ഹായ് ഗായ്സ് വിയലോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. എല്ലാവരോടും ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണോ സന്തോഷമായിട്ടിരിക്കുകയാണോ എന്നുള്ളത്. നേരെ തിരിച്ച് നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അത്ര വലിയ സന്തോഷമൊന്നുമില്ല, കുറച്ച് വിഷമത്തിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നല്ലോ, അപ്പോൾ ഉത്സവമൊക്കെ ഉള്ളത് കൊണ്ട് പാതി വിഷമങ്ങൾ ഇങ്ങനെ മറന്ന് നടക്കുമായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ. ഞാനൊന്ന് അഷ്ടമിച്ചിറക്കി മാളക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് തന്നെ ഓരോരോ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ വീട്ടിലിരിക്കേണ്ട, എങ്ങോട്ടേക്കെങ്കിലും പോവാം, ഒന്ന് വേറെ ആരും ഇല്ലല്ലോ, ഡോറൊക്കെ ലോക്ക് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് പോയി കുറച്ച് നേരം മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം, ചിക്കൻ മേടിക്കണം. ഇപ്പോൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ചിക്കനൊക്കെ ഡെയിലി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം പ്രോട്ടീൻ വേണമല്ലോ, അപ്പം ചിക്കൻ മേടിക്കണം. പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാം, ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ആകെയുള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ 4 വീലറിൽ പോകണോ 2 വീലറിൽ പോകണോ, ഇതാണ് ഡൗട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഉത്സവമൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ, ഉത്സവം നമ്മുടെ വീഡിയോ ഒക്കെ ഒത്തിരി പേര് നല്ല വീഡിയോ ആയിരുന്നു, സന്തോഷമായി, നമ്മുടെ നാട്ടിൽ ഉത്സവം കാണാൻ പറ്റിയതിൽ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു വിച്ചു ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് എടുക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കൂടെ എടുത്തപ്പോൾ പല നല്ല നല്ല ഭാഗങ്ങളും എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറി എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ വിച്ചു ഉണ്ടായിരുന്നെങ്കിൽ ആൾ കമ്മിറ്റി അംഗം ആയതുകൊണ്ട് എല്ലാം എടുത്ത് നിന്ന് എടുക്കാമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി കേട്ടോ. കാര്യം ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പം ഉത്സവമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇപ്പം നട അടച്ചിട്ടേക്കാണ്. ഇനിയിപ്പോൾ നട തുറപ്പുണ്ടാവും. അതും എന്താ പറയുക, നല്ലൊരു പരിപാടിയാണ് കേട്ടോ. നട തുറപ്പെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഇടുക്കിയിലൊക്കെ പണ്ടൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള, ഇപ്പം ഇടുക്കിയിലെ പല അമ്പലങ്ങളിലും നല്ല നല്ല ഉത്സവം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര നല്ലതായി കേട്ടോ. പണ്ടെന്നൊക്കെ വെച്ചാൽ സാധാ ഒരു ഉത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ വീടിനടുത്തുള്ളത്. ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ പതാലമ്പലം, അതുപോലെ തന്നെ അയ്യപ്പൻ കോവിലമ്പലത്തിലൊക്കെ പണ്ടും നല്ല ഉത്സവമാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ കുഞ്ഞു ഉത്സവങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയ ഉത്സവമായി, വലിയ താലപ്പൊലിയായി, കാര്യങ്ങളായി, പള്ളിവേട്ട ഉണ്ടായി. പണ്ടൊന്നും അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ പള്ളിവേട്ട, അതുപോലൊക്കെ വലിയ താലപ്പൊലി, വലിയ ആഘോഷം ഒക്കെ ഞാൻ കാണുന്നത് ഇവിടെ വന്നിട്ടാണ്. അപ്പം എന്താ പറയുക, ഒരുപാട് ഞാൻ വീഡിയോസൊക്കെ എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ എന്നോട് പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉത്സവത്തിനിട്ട ഡ്രസ്സ് അത് എന്താ പറയുക അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് തരാനായിട്ടൊക്കെ കമൻറ്റൊക്കെ ഞാൻ കണ്ടിരുന്നു. ലിങ്ക് തരാൻ പറ്റില്ല കേട്ടോ, കാര്യം കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ അല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ലിങ്ക് തരാൻ പറ്റില്ല. പിന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ എന്ത് വീഡിയോ എടുത്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലാത്തൊരു ദിവസമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാണ്ടിരിക്കേണ്ട, കാര്യം എൻ്റെ ഒരു കുഞ്ഞു വിശേഷമായാലും എൻ്റെ എല്ലാ വീഡിയോസും തന്നെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ്, എൻ്റെ ഫാമിലിയിലെ എൻ്റെ കൊച്ചു സന്തോഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വ്ലോഗാണ് കൂടുതലും വരുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ പറയുന്നു എൻ്റെ അമ്മൂൻ്റെ വീഡിയോ ഇപ്പോൾ വളരെ പോസിറ്റീവ് ആവുന്നുണ്ട്, കാണാൻ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്, ഇഷ്ടം തോന്നുന്നുണ്ടെന്നൊക്കെ. അപ്പം എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് അങ്ങനെ പോസിറ്റീവായിട്ട് വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. കാര്യം ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെയായിട്ട് ഞാനൊരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുകയാണ്. എന്താണ് കാര്യം, അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉത്സവത്തിൻ്റെ വീഡിയോയുടെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത്ര വലിയ ഹാപ്പിനെസ്സിലല്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട് പോയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഫോണിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അമ്മ എന്താണ് വിഷയം, എന്തെങ്കിലും വലിയ പ്രോബ്ലം ആണോ, എന്തിനാണ് അമ്മ സങ്കടപ്പെട്ടത്, അത്ര നല്ലൊരു സന്തോഷമുള്ള വീഡിയോയുടെ ഇടയ്ക്ക് അമ്മ എന്തിനാണ് സങ്കടപ്പെട്ടത്, അമ്മൂൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ സങ്കടം തോന്നി എന്നൊക്കെ. ഞാനും ആ ഒരു ടൈമിൽ ഒരുമാതിരി പുകമയത്തിലായിരുന്നു കേട്ടോ. എനിക്കും ഒന്നും അങ്ങ് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ആ ഒരു ടൈമിൽ നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര വിഷമം, കരയുക തന്നെ. ഞാൻ സത്യം പറയാലോ, ഞാൻ ആ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ വാവിട്ട് നിലവിളിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്കും വിഷമമുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടെങ്കിൽ. എനിക്ക് പേടിയോ വിഷമമോ എനിക്കറിയത്തില്ല കേട്ടോ എന്താ സിറ്റുവേഷൻ. അതിൽ ഞാൻ വിച്ചുവിനെ വിളിച്ചിട്ട് ഞാൻ വേറെ ആരുടെ ഞാൻ എൻ്റെ വിഷമം കാണിച്ചിട്ടില്ല കേട്ടോ. കാര്യം ഞാൻ ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ഫുള്ള് ഡൗൺ ആവും, എനിക്കത് നല്ല ഉറപ്പാണ്. അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാവരും, വിച്ചു എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീയാണ്
നടുന്തുടും. ഞാനെന്ന് വെച്ചാൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും മാക്സിമം ഞാൻ എല്ലാവരുടെ ഫ്രണ്ടിൽ ചിരിച്ച് അവരെ കുളാക്കി ഇതൊക്കെ എന്ന് ചോദിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ തന്നെ ഭയങ്കര ഡൗൺ ആയി ഇന്ന് നിലവിളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് വിച്ചൊക്കെ ചോദിച്ചിട്ട് നിനക്കിത് എന്താ പറ്റിയേ, ഇത്രയും ചെറിയ കാര്യത്തിലാണ്, ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ അതൊക്കെ ഞാൻ പറയാം കേട്ടോ, അതിനാണോ നീ വിഷമിക്കുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു പേടി വിഷമം കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ആകെ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് അമ്മാതിരി ഒരു അവസ്ഥയിൽ നിന്നപ്പോഴാണ് കേട്ടോ അമ്മ അച്ഛനും പറഞ്ഞത്. അമ്മ അച്ഛനൊക്കെ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ണൊക്കെ തുറച്ച് സെറ്റായി. എന്നാലും അവർ പറഞ്ഞു മോളെ പോയിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞ് മെഴുകി കഴിഞ്ഞെടുത്തിട്ടുള്ള വീഡിയോ ആണത്. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ കുറേ ഫാമിലി മെമ്പേഴ്സിന് എൻ്റെ ഫേസ് എങ്ങനെയെങ്കിലുമൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫാമിലി മെമ്പേഴ്സ് കണ്ടുപിടിക്കാറുണ്ട്. അവരെന്നെ ഇത്രത്തോളം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യം, ഞാനൊന്ന് സെറ്റ് ആയിക്കോട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ എടുത്ത് എന്താണ് കാര്യം, എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റൊരു മിസ്റ്റേക്ക് എല്ലാം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷമം ഇങ്ങനെ അനുഭവിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്, വിഷയമുണ്ട്. ആകെ അറിയാവുന്നത് വിച്ചുവിനറിയാം, പിന്നെ എൻ്റെ ചേച്ചിക്കറിയാം, പിന്നെ സിന്ധുമ്മയുടെ ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചു. പക്ഷെ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, കാര്യം വെറുതെ ടെൻഷനാവും, എന്താ പറയുക. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇവിടെ അമ്മയോട് ഞാൻ സത്യം പറഞ്ഞാൽ 3-4 ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നൊരു കാര്യം ഉണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ ഡോക്ടറെ ഇങ്ങനെ കാണാൻ പോയിട്ട് വന്നപ്പോൾ വിച്ചുവിനോട് വീഡിയോ കോളിൽ ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു എന്നോട് എന്താണ് കാര്യം, എന്തിനാ ഡോക്ടറെ കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുത്തില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു വിട്ടു എന്നോടൊരു കാര്യമുണ്ട്. അപ്പോൾ ആളിങ്ങനെ നോക്കിയിട്ട് പക്ഷേ ആൾക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സോ കാര്യങ്ങളോ ഒന്നും. ഞാൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഞാൻ ചുമ്മാ ഒന്ന് കാണാൻ പോയി അങ്ങനെയാട്ടോ പറഞ്ഞത്, വളരെ കൂളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും ഇല്ല എന്നുള്ളൊരു ഇതിലാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കുറച്ച് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ മനസ്സിനെ ഇങ്ങനെ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് ഞാനും എന്താ പറയുക, എനിക്കെന്താ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. ഇത്രയും ദിവസം വളരെ ഹാപ്പി ആയിട്ട് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഒരു 1 month ആകുന്നു എന്ന് തോന്നുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ള ഭയങ്കര സന്തോഷത്തോടുള്ള, എനിക്ക് മാക്സിമം എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് സന്തോഷമാവണം, അവർക്ക് കണ്ടിരിക്കാൻ തോന്നണം എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തി ഹൈലൈറ്റ്സ് ഒക്കെ നന്നായിട്ടിട്ട് തുടക്കം തന്നെ ഭംഗിയായ പിന്നെ ഒടുക്കം വരെ എല്ലാവരും നല്ല ക്ഷമയോടുകൂടി ഇന്ന് കാണുമല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും എൻ്റെ വീഡിയോയ്ക്കാണ് വാച്ച് അവർ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയമൊക്കെ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളാണ് കേട്ടോ. ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഇന്നൊന്നും എനിക്ക് അങ്ങനെ ഇടാനേ എൻ്റെ മനസ്സ് ചിലപ്പം അന്നൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സന്തോഷം. എനിക്ക് ഇനിയും ചെയ്യണം, ഇനിയും എന്തെങ്കിലും നന്നായിട്ട് ചെയ്യണം, ഇനിയും ഞാൻ ഓരോ ദിവസം വിളിച്ച് കളിയാക്കി കേട്ടോ. അതായത് ഞാൻ പുറകിലും മറ്റേ നമ്മുടെ വാഴയിലക്കകത്ത് കുടിക്കുന്ന സൂര്യനെ പിടിച്ചതൊക്കെ അപ്പോൾ വിളിച്ചു പറയുന്നത് എന്തെല്ലാം ഇതാണ് കാണിക്കുന്നത്, വാഴയിലയുടെ ഉള്ളിൽ കൂടെ സൂര്യനെ പിടിക്കുന്നത്, അന്നേരം കിളികൾ പറന്നു പോകുന്നു അങ്ങനെ പറഞ്ഞാൽ എന്നെ ആൾ നന്നായിട്ട്. കാര്യം ഇത്രയും ഞാൻ കുറേ ടൈം എടുത്ത് ഞാൻ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ആൾ ഇതുവരെ കണ്ടില്ല. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ വർക്കിൻ്റെ കാര്യമായാലും എന്ത് കാര്യമായാലും ഞാൻ സട്ടപുട്ട എന്ന് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെപ്രാളം പിടിച്ച് ചെയ്യുന്ന ഒരാളാട്ടോ. അപ്പോൾ അങ്ങനെ ക്ഷമയോടുകൂടി ഹൈലൈറ്റ്സ് എടുക്കാനായിട്ടൊക്കെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, സൂര്യൻ പൊങ്ങി വരുന്നത്, അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ക്ഷമയോടുകൂടി ചെയ്തപ്പോഴത്തേക്ക് വിച്ചൊക്കെ ഇത്രയ്ക്കൊക്കെ വേണോ എന്നിങ്ങനെയൊക്കെ കളിയാക്കിയ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സ് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോഴത്തേക്ക് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് കമൻറ്റ് വരുന്നു. പിന്നെ കുറേ ആൾക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞു അമ്മു ഞാൻ ഭയങ്കര വിഷമിച്ചിരുന്നപ്പോൾ അല്ല ഭയങ്കര ഇതായിട്ടിരുന്നപ്പോൾ അമ്മുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി, നമ്മുടെ നാട് നമ്മുടെ പൂക്കൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ത്വരയായിരുന്നു കേട്ടോ, എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്തിടണം, എന്താ പറയുക നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ഒരു 2 ദിവസം എന്നെ സംബന്ധിച്ച് 3-4 ദിവസമായി എന്നെ സംബന്ധിച്ച് വലിയ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. എന്തെല്ലാമൊക്കെ എനിക്ക് ചെയ്യണം, നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ മനസ്സതിന് അവിടെ എൻ്റെ എന്താ പറയുക എൻ്റെ കൈപ്പിടിയിൽ എൻ്റെ മനസ്സ് നിൽക്കുന്നില്ല. അപ്പം എന്താണ് എനിക്ക് പറ്റിയത്, എന്താണ് കാര്യം, എന്താണ് ഹോസ്പിറ്റൽ കേസ് എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എൻ്റെ ഒരു മണ്ടത്തരം കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും അങ്ങനെയും പറയാം കേട്ടോ. ചിലപ്പം എന്തായാലും വന്ന് ഭവിക്കേണ്ടതൊക്കെ വന്ന് ഭവിക്കുക തന്നെ ചെയ്യല്ലേ. നമ്മൾ എത്ര ഇതാക്കിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും
വന്ന് ഭവിക്കും. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു അതിലോട്ടൊക്കെ ഞാൻ വരാം. അതൊക്കെ ഞാൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും ഇപ്പം എനിക്ക് ഇത്രയും പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണം. സന്തോഷമാവാനും മനസ്സൊന്ന് സമാധാനപ്പെടാനും ബാക്കിയുള്ള എന്താ പറയുക എല്ലാ കാര്യങ്ങളും നന്നായിട്ടിരിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇനി എന്താ എൻ്റെ പരിപാടി, എനിക്ക് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എന്ത് വീഡിയോയിൽ പറയണം, എന്ത് പറയണ്ട ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്, ഞാൻ എന്തെല്ലാമോ ഒക്കെ പറയുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് എന്ത് പറ്റി വെക്കുമെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പകുതി മനസ്സിനകത്തൊരു ഒന്ന് റിലാക്സ് ആവുന്നുണ്ട് കേട്ടോ. കാര്യം വേറെ ആരും ഇല്ല, വീട്ടിലാരും ഇല്ല. കൊച്ചിനെ രാവിലെ അങ്കവാടിയിൽ കൊണ്ടുവിട്ടു, അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞാട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു പൊയ്ക്കോ, കാര്യം എനിക്കൊന്ന് പിരികം ത്രെഡ് ചെയ്യണം, പിന്നെ എനിക്ക് അഷ്ടമിച്ചിറക്കൊക്കെ പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വെയിലത്ത് അതിനെയും കൂടെ കൊണ്ടുപോകണല്ലോ വെച്ചാൽ ഞാൻ പറഞ്ഞു പൊയ്ക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവളിപ്പോൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ. എനിക്കറിയത്തില്ല, അവൾ ഈ 2-3-4 ദിവസമായിട്ട് എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലുകയാണ്. എന്താ കൊഞ്ചിക്കുവാണോ, അമ്മേനെ ചുമ്മാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എനിക്ക് അമ്മേനെ 5 ഇഷ്ടമുണ്ട്, അച്ഛനെ 5 ഇഷ്ടമുണ്ട്, ഇത് 2 നിങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് ഭയങ്കര സന്തോഷവും ഉണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു വിഷമത്തിൻ്റെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. എന്തായാലും ബോൾഡായിട്ട് ഹാപ്പി ആയിട്ട് അടുത്ത വീഡിയോ തൊട്ട് ഞാൻ നന്നായിട്ട് വരും. ഇന്ന് ഞാൻ എന്തായാലും വെളിയിൽ പോയി എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പറ്റുവാണെങ്കിൽ ഞാൻ ഒരു സ്പായൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. സ്പായൊക്കെ ചെയ്യണമെന്നുണ്ട്. ഒന്നൊന്ന് റിലാക്സ് ആവും. നമ്മൾ ഹെഡ് മസാജൊക്കെ ചെയ്യുമ്പോൾ ഒരു മനസ്സൊക്കെ ഒന്ന് ശാന്തമാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അയ്യോ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുന്ന പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഒരു സന്തോഷം വരുമല്ലോ. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇനി ഹെഡ് മസാജ് ചെയ്യുമ്പോഴെങ്ങനെ നിന്റെ മനസ്സിന് സന്തോഷം വരുന്നത് അങ്ങനെ ആരും ചോദിക്കല്ലേ. നമ്മുടെ സന്തോഷങ്ങൾ നമ്മളിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സൊന്ന് റിലാക്സ് ആവുമല്ലോ. ഞാൻ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ രാവിലെ പോകാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. ഞാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ വരും. എന്തായാലും നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഹാപ്പി ആയിട്ടായിരിക്കും വരുന്നത് എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്താണ് റീസൺ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. ഇപ്പോഴും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് വർക്ക് നോക്കാൻ പറ്റുന്നില്ല. കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് എന്താണ് അമ്മ എന്തിങ്ങനെ ഭയങ്കര ഡള്ളായിട്ട് വീഡിയോയിൽ ഇരുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു സ്മൈലി ഇട്ട് വിടും. എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ് കാര്യം. പിന്നെ അത്രയും എപ്പോഴും ഞാൻ സംസാരിക്കാറുള്ളവരോടൊക്കെ ഞാനിങ്ങനെ ഒരു വിഷമമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പറയാം എന്താണ് കാര്യങ്ങൾ, എന്താണ് എൻ്റെ വിഷമം, എന്താണ് വയ്യാഴിക വന്നത്, എല്ലാം ഞാൻ പറയാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരാം. പിന്നെ കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനിനി മാളയ്ക്കും അഷ്ടമിച്ചിറക്കൊക്കെ, മാളയ്ക്ക് ചിലപ്പോഴേ പോകും കേട്ടോ, അഷ്ടമിച്ചിറക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് വേറൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കണം. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ. ഇവിടെ കറണ്ട് വന്നു പോയി അങ്ങനെ നിൽക്കുക. ഭയങ്കര ചൂടാണ്. മഴ വൈകിട്ട് പെയ്യുന്നതുകൊണ്ട് തന്നെ പകല് ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ വിയർത്തിങ്ങനെ ഒലിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് നോർമലി എൻ്റെ ബോഡിയിൽ അങ്ങനെ എപ്പോഴും ഇങ്ങനെ വിയർപ്പ് വരാത്ത, പക്ഷെ ഇപ്പം ഭയങ്കര ഇങ്ങനെ വിയർത്തിങ്ങനെ ഒലിക്കുകയാണ് കേട്ടോ. മാതിരി പിന്നെ ഈ കറുപ്പ് കൂടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഒലിക്കുന്നുണ്ട് വിയർത്ത് ഗൈസ്. അപ്പം എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വിശേഷങ്ങളാണ്, എൻ്റെ ചെറിയ വിശേഷങ്ങളാണ്, ഇത്രയേ ഉള്ളൂ. എന്തായാലും നാളെ തൊട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ കണ്ടൻറ്റുകളായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഉത്സവമൊക്കെ കഴിഞ്ഞ് ചേച്ചിയും പിള്ളേരൊക്കെ പോയതുകൊണ്ട് വീടിനകത്ത് വലിയ അനക്കവും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എല്ലാവരും ഉള്ളപ്പം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഒന്നുമില്ല കുട്ടിക്ക് എന്നുള്ള രീതിയിൽ ഡോക്ടർ പറയണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് ഞാൻ കുറേ നേരം അതിൽ തന്നെ പറയുന്നു. അപ്പോൾ എന്തായാലും ബൈ ബൈ.